ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സോയാ ചങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കുരുമുളകും ജീരകമൊക്കെ ഇട്ടിട്ട് ബീഫ് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ സോയാ ചങ്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സോയാ ചങ്ക് ഞാനൊരു 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാണ് നമ്മൾ സോയാ ചങ്ക് എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ്, ഇതൊരു ഹാർഡായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. വെള്ളത്തിൽ 4 മണിക്കൂറൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് നന്നായി ഒന്ന് നന്നായി ഇങ്ങനെ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇടാം. അതുപോലെ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമുക്കൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായി പിഴിഞ്ഞ് കളയുമ്പോൾ ഒരു പത പോലെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് മറ്റേ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഇതുപോലെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായി തിരുമ്പി കഴുകി ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞിട്ട് മറ്റേ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 4 പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ. നന്നായി ഇതുപോലെ നന്നായി പിഴിഞ്ഞ് വെള്ളം കളയുക. ഇപ്പം നന്നായി കഴുകി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 3/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി. വെളുത്തുള്ളി 5 അല്ലി എടുത്തിട്ടുള്ള നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ചതച്ചെടുക്കാനും അരിഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോയാ ചങ്കിൽക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ മസാലകൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എരിവിന് ചേർക്കുന്നത് ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ. പിന്നെ ഉള്ളി ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ ചെറുതായിട്ട് വേണ്ട, ഒരു ഉള്ളി 2ആക്കിയൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നല്ല ജീരകവും 1.5 ടീസ്പൂൺ നല്ല ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ 3ഉം കൂടി നമ്മൾ ചതച്ചെടുത്തതാണ്. ചതച്ചും കൂടി ഇട്ടിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. നന്നായി ഒന്ന് 1 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് തിരുമ്പിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് 3-4 വിസിലടിച്ചത് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി ഒന്ന് നമ്മൾ മൊരിച്ചെടുക്കാൻ വേണ്ടി, കറിയിലൊക്കെ ഒഴിക്കാൻ മൊരിച്ചെടുക്കാൻ വേണ്ടി എടുക്കില്ലേ, അതേപോലെ ചെറിയുള്ളി അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് മൊരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോയാ ചങ്ക്സ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ജീരകത്തിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു മണമായിട്ട് ഈ സോയാ ചങ്ക്സ് കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിക്കും. നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഈ റെസിപ്പിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്